ഗൈസ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷം. നമ്മുടെ അച്ഛനൊക്കെ വന്നിട്ട് നമ്മൾ ചെറിയ ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറഞ്ഞു, ഒരു അമ്പലതയാത്രയുടെ യാത്ര. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ വെച്ചാൽ ഗുരുവായൂർ അതേപോലെ തന്നെ കോട്ടയം ഇങ്ങനെ 5 ദിവസത്തെ ട്രിപ്പാണ്. നമ്മുടെ ഓണം ലീവ് തുടങ്ങിയ കൂടെ 5 ദിവസത്തെ ട്രിപ്പിനായിരിക്കും നമ്മൾ പോവാം. സോ നമ്മൾ സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഇതിനൊരു ഇട്ടിട്ടുണ്ട് കേട്ടോ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല തോന്നുന്നു. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് അച്ഛനും അമ്മയൊക്കെ പുറത്തേക്കാണ്. വലിയമ്മയും കാണുന്നുണ്ടോ ഗൈസ്? അച്ഛൻ വന്നിട്ടുണ്ട്. നമ്മുടെ അച്ഛനും കൂടി കൂട്ടിയിട്ടാണ് പോകുന്നത്. അച്ഛമ്മ അമ്മയുടെ അടുത്താണ്. സോ നമുക്കിനി വലിയമ്മയും കൂടി വരണം. അമ്മച്ചനും അമ്മമ്മയും കൂടി കാറിനാണ് വരുന്നത്. വലിയമ്മ ഞങ്ങളുടെ ഒപ്പമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി അവരൊക്കെ വന്നിട്ട് കാണാം. നമ്മളെല്ലാവരും ഇപ്പോൾ അതേ വണ്ടിയിലൊക്കെ കയറി സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പാവക്കുട്ടിക്ക് തൊണ്ടവേദന. ഞങ്ങളെല്ലാവരും ഞങ്ങൾ വിഷു എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഞങ്ങൾ ആലപ്പുഴക്കൂടെ ഓടിക്കണമൊക്കെ കരുതിയിട്ടുണ്ട്. അവിടെ അച്ഛൻ കൊണ്ട് വണ്ടി ഓടിക്കുന്നു, ഷേവൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട്. പിന്നെ അച്ഛൻ ഇതാ ഗൈസ്, അച്ഛനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് പോയിട്ട് കാണാം. കുറേ അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ടാവും. നമുക്കിനി അവിടെ എത്തിയിട്ടുണ്ട്. ബൈ. നമ്മളെല്ലാവരും അതേ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പെരിന്തൽമണ്ണ ഉടുപ്പിയിലാണ് കയറിയിരിക്കുന്നത്. അമ്മൻ്റെ അച്ഛന് കയറാൻ പറ്റുന്നതിലാണ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് നമ്മൾ ഭയങ്കര എക്സൈറ്റാണ്. നമുക്കൊരു കല്യാണം ഉണ്ട്, അതിനായിട്ടാണ് പോകുന്നത്. ബട്ട് കുറച്ച് ട്രിപ്പുകളും കാര്യങ്ങളും, ഒരു അമ്പലത്തിലെ പൂച്ച, അങ്ങനെ കുറേ ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഐക്കര കോട്ടയത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ട്രിപ്പായിട്ടാണ് പോകുന്നത്. 5 ദിവസത്തെ ട്രിപ്പാണ്. ഭയങ്കര എക്സൈറ്റഡാണ്. സോ ഇന്ന് നമുക്ക് കുറേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ ട്രിപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകാം. നമുക്ക് ഫീഡ് ആക്കി പോകാം. ഇത് കുറേ ചില്ലുകളുണ്ട് ഇവിടെ. സോ കയറി പോകണം. വാഷ്റൂമിലേക്ക് പോകാം ഗൈസ്. നമ്മൾ ഉടുപ്പിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു. അടിയിൽ നമ്മൾ മുകളിലായിട്ട് കയറിയിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഗുരുവായൂർ പ്യുവർ വെജാണ് ഓർഡർ ചെയ്യാൻ. സോ ഇനി നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, ഞാൻ എന്താ ഓർഡർ ചെയ്ത് പറയാം. ഇത് മീൽസ് ആണ്. മീൽസ് വിത്ത് ഗോബി മഞ്ചൂരി ഫ്രൈ ആണ്. ഇതിൻ്റെ കൂടെ കുറേ സാധനം ഉണ്ട്. എന്നാലും എനിക്ക് ഊണല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. സോ അങ്ങോട്ട് ഞാൻ അമ്മ കോംബോ ആയിട്ട് സോ നമുക്ക് ഞങ്ങളെല്ലാവരും സദ്യ കഴിച്ച് ഇറങ്ങി. അത് അടിപൊളി സദ്യ. ഉടുപ്പി അടിപൊളി റെസ്റ്റോറൻ്റാണ്. നീ നോൺ വെജ് അല്ല പ്യൂർ വെജ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അത് എന്തായാലും ഉടുപ്പിൽ തന്നെ വരാം. അടിപൊളി ഫുഡാണ് ഗൈസ്. മീൽസാണ് മെയിൻ, കാരണം അത്രത്തോളം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ 3 വട്ടം വാങ്ങി കഴിച്ചത്. മീൻസ് ചോറും സാമ്പാറും തൈരും കൂടി അടിപൊളി ഒരു പാലട മീൽസൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഇനി പെരുന്നാളിൻ്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചു അടിപൊളി. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെയും കൂട്ടിയിട്ട് വരികയാണ്. സോ ദേവനൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഈ ഗുരുവായൂരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിലായിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തു. ഇതാ വലിയമ്മണ്ട്. അച്ഛനുള്ള മരുന്നുള്ള മൗലാനയിലുള്ള മരുന്നാണ്. നമുക്ക് ഇവിടെ എവിടെയും കിട്ടണില്ല. മൗലാനയിൽ മാത്രം കിട്ടുന്ന ഒരു മരുന്ന്. എവിടെന്നാ കഴിക്കാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 സ്ഥലത്ത് ഞങ്ങൾ ചോദിച്ചു. കുറേ സ്ഥലം 15 സ്ഥലങ്ങളിൽ ഞങ്ങൾ എവിടെയും വരുന്നില്ല. എന്താ പേരൊന്നും എനിക്കറിയാം. അപ്പോൾ മൗലാനയിൽ മാത്രമേ കിട്ടുള്ളൂ. സോ നമുക്ക് മൗലാനയിലേക്ക് പോകാം ഗൈസ്. നമ്മൾ അച്ഛൻ്റെ മരുന്ന് അങ്ങനെ അച്ഛൻ വേറൊരു മൗലാനയിലാണല്ലോ. പക്ഷെ മൗലാനൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ, ജനനന്മ. അവിടെയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. സോ അവിടെ മരുന്നുണ്ടോ നോക്കണം ഗൈസ്. അമ്മ ടാറ്റു അടിച്ചിട്ടുണ്ട്. അമ്മ നാട്ടിലത്തെ ഇൻഫിനിറ്റി ടാറ്റു അടിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റി എല്ലാവരും ഉണ്ട് ഗൈസ്. ഇതായിരിക്കണം. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം. ഓക്കെ ഗൈസ്, നമുക്കിനിയും അവിടേക്ക് പോവാം. നമ്മളിത് ഭാരതപ്പുഴ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൈഡാണ്. പിന്നെ ഇതാണ് ഗൈസ് വേറൊരു സൈഡ്. നമ്മൾ ഭാരതപ്പുഴ അങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ പൊട്ടിത്തെറിക്കാൻ പറയാൻ പറ്റും. നല്ല ആളുണ്ടല്ലേ, അതിന് എത്ര ആളുണ്ടാവും? ഞങ്ങൾ ഒരു വട്ടം ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇവിടെയാണ് ഞങ്ങൾ നല്ല ആളുണ്ട്. അപ്പൊ ഗൈസ് എങ്ങനെയുണ്ടോ? അടിപൊളിയല്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണുള്ളൂ. ഇനി അവരെത്തണം. 2:40 ആയപ്പോ ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മളിനി എന്ത് ചെയ്യണം? അവരെത്തട്ടെ. നമുക്ക് ഗുരുവായൂർക്ക് പോകാം. എന്നിട്ട് അവരവിടെ എത്തിയിട്ട് നമുക്ക് അവരെ കൂട്ടിയിട്ട് വീണ്ടും പോകും. നമ്മൾ അവിടെ ഗുരുവായൂർ എത്തിയോട്ടെ നടയിൽ കയറും ഗൈസ്. കുളം. പിന്നെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ ആമ്പൽ ഉണ്ടാവില്ല എന്ന് അമ്മ ഇപ്പളാ പറയണേ. അടിപൊളി. ഞങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ്. അങ്ങനെ
അങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്, പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിതേ ഗുരുവായൂർക്ക് എത്തി. തൃശ്ശൂരാണോ ഇവിടെ എനിക്ക് അറിയില്ല കുട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. ഇപ്പം നമ്മൾ ഗുരുവായൂർ നമ്മളൊരു ബോർഡ് കണ്ട് 250 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കടന്ന് പോകുന്നു. ഫ്രണ്ടിൽ തന്നെ മമ്മിയൂർ ആർക്കെങ്കിലൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മമ്മിയൂർ കാണിച്ചത്. ഇതാണ് മമ്മിയൂർ ക്ഷേത്രം, മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. അതന്നെ തൊഴുതല്ല ഗൈസ്, കിട്ടുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ തൊഴുതു. അതേ ഗൈസ് നമ്മളങ്ങനെ കടന്നു. എനിക്ക് ഇവിടെ എന്തോ ഒരു ഓർമ്മ കിട്ടുന്ന പോലെ ഗൈസ്. നമ്മൾ ലോഡ്ജ് ഇപ്പോൾ കിട്ടും വരും, എവിടെ നിന്ന് ഓർമ്മയില്ല, കിട്ടില്ല എന്ന് തോന്നുന്നു. സോ ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പപ്പത്തും ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. പടിഞ്ഞാറേ നട നേരെ 400 മീറ്റർ ഗുരുവായൂർ ക്ഷേത്രം. ഇങ്ങോട്ട് നോക്കൂ ഗൈസ്, നമ്മളിപ്പോൾ നോക്കൂ ഗൈസ്, എത്രങ്ങാനും തെരുവുപട്ടികളാണ്, സ്ട്രീറ്റ് ഡോഗ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ലോഡ്ജുകളുണ്ട് ഇവിടെ. നമുക്കിനി അവിടെ എത്തിയിട്ട് വേണം. ബൈ ബൈ ഗൈസ്. നമ്മളിത് റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്താണ് അടിപൊളിയായിട്ട് റൂമിലൊക്കെ എത്തി. ഞാൻ പുറത്തുനിന്നുള്ള വ്ലോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ റൂമിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ കാണിച്ചാൽ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതാണ് കയറി വരുന്നത്. പിന്നെ കയറി വന്ന ഉടനെ ഇതാണ് ഞങ്ങളുടെ റൂം. കയറി വന്ന ഉടനെ തന്നെ നമുക്ക് ഒരു ബെഡ്, ഞാൻ ബേക്ക് ക്യാമറ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഹാള്, ഒരു ബെഡ്, അങ്ങനെ വന്നതാണ്. ഒരു ഹാളാണ്. പിന്നെ വരുന്നത് ഒരു ബാത്റൂമാണ്, കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. പിന്നെ വരുന്നത് ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊരു റൂമാണ്. ഒരു ഷെൽഫുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഷെൽഫുണ്ട്. ഭയങ്കര ഭയങ്കര സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് പമ്മുണ്ട്, ഒരു ബാത്റൂമാണ്. പിന്നെ വേറൊരു ബെഡ്റൂമും കൂടി. മൊത്തത്തിൽ 2 ബെഡ്റൂമുമാണ്. പിന്നെ ഒരു ഹാള്, ഒരു കട്ടിൽ. ഇവിടെ രണ്ടാക്കും കൂടി കിടക്കാം. സോ ഇതാണ് മൊത്തത്തിൽ ഇതിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കാറ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് നടക്കേണ്ടത്, നടേക്ക്. ഓക്കെ ഗായ്സ്, സോ നേരെ റൂമിലേക്ക്. സെക്കൻഡ് പാർട്ടായിരിക്കും നമ്മൾ ഗുരുവായൂർ ചുറ്റുന്നത്. മീൻസ് ഇന്ന് ചുറ്റുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇത്ര വീഡിയോയിൽ ഇത്ര കൊള്ളിക്കണമെന്നുണ്ട്. സോ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ഇത്ര കൊള്ളിച്ചിട്ട് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ ബൈ ബൈ.